എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ചെറിയ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും എല്ലാം എൻ്റെ സ്നേഹവന്ദനം. ഇൻവൈറ്റ് ഓൾ ഓഫ് യു. ഇപ്പോൾ ഞാനിവിടെ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 18-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. 26-ാം വാക്യം. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. 27-ാം വാക്യം 28-ാം വാക്യം. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമേ യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവം നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന കർത്താവ്. എത്ര നല്ല കർത്താവ്! നമുക്ക് ദയാലുവോട് ദയാലുവാകുന്ന കർത്താവ്, നമ്മുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്ന കർത്താവ്. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു എന്ന് കർത്താവ് പറയുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നിഗളിച്ച് നടന്നാൽ നമ്മൾ താഴ്ത്തപ്പെട്ടു പോകും. അതുകൊണ്ട് നിഗളിച്ചൊന്നും നടക്കരുത്. അതുപോലെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നമ്മുടെ ദീപത്തെ കത്തിക്കുന്ന കർത്താവ്. എൻ്റെ ദൈവമേ യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അടുത്ത വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ വാക്യമെല്ലാം നമ്മൾക്കൊരു വാഗ്ദത്ത വാക്യമാണ് ഞാൻ ഈ വായിക്കുന്നതെല്ലാം. പ്രോമിസ് വേഴ്സസ്. ഈ എല്ലാ വാക്യവും ഞാൻ പ്രോമിസ് വേഴ്സസ് ആയിട്ട് വായിക്കുക. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര സന്തോഷമായ ജീവിതം, സന്തോഷമായ വാക്യം. അതായത് ദൈവത്താൽ നാം മതിൽ ചാടി കടക്കും. ചില സാഹചര്യത്തിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ ആ മതിൽ ചാടി കടക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് നിർമ്മലനോട് നിർമ്മലനാണ്, നിഷ്കളങ്കനോട് കർത്താവ് നിഷ്കളങ്കനാണ്. ദയാലുവോട് നീ ദയാലുവാന്ന്, വക്രനോട് നീ വക്രത കാണിക്കുന്നു. പിന്നെ എളിയ ജനത്തെ നീ രക്ഷിക്കും, എളിയ ജനത്തെ പാവപ്പെട്ടവരെ രക്ഷിക്കും. പിന്നെ നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തും. നമ്മൾ നിഗളിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ താഴ്ത്തപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ നിഗളിച്ച് നടക്കാതെ കർത്താവിൻ്റെ മുൻപിൽ, മനുഷ്യരുടെ മുൻപിൽ സ്നേഹവും സമാധാനവും സന്തോഷമായി നിൽക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വാക്യങ്ങളാൽ ഈ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനം 18, 24, 25, 26, 27, 28, 29. ദയാലുവോട് ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, നിർമ്മലനോട് നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമേ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര സന്തോഷമായ വാക്യങ്ങൾ! ഈ വാക്യം നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കാനും പഠിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഒരുക്കുന്ന വഴിയിൽ കൂടി നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ ബുദ്ധിയുള്ളവരായും ബുദ്ധിയുള്ള ആരാധന ആയിരിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹം നൽകി തിരുമാറാട്ടെ. ഈ ഒരു മാസം, ഈ ഒരു വർഷം, വരുന്ന വർഷങ്ങളെല്ലാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നമ്മൾ ആശ്രയിക്കേണ്ടതായിരിക്കുന്നു. നമ്മൾ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മൾക്ക് നന്മ ചൊരിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മളായിത്തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതിൽ നിന്ന് നിൽക്കുന്നു. ആമീൻ, ആമീൻ.